അഡ്വക്കേറ്റ് ലാൽകുമാർ, താങ്കൾ അടക്കമുള്ളവർ മൊബൈൽ ഉപയോഗിക്കുന്നു, ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപഭോഗം കൂടിയാൽ പിന്നെ എന്ത് ചെയ്യും? അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. അജിംഷാദേ, ഞാൻ പറയുന്നത് കേൾക്കാമോ അജിംഷാദേ? കേൾക്കാം. ഹലോ, കേൾക്കാം. അജിംഷാദേ, ഇപ്പം നേരിടുന്ന പ്രതിസന്ധി മറ്റൊന്നുമല്ല. ഞാനിപ്പം നേരിടുന്ന പ്രതിസന്ധി മറ്റൊന്നുമല്ല. ഇപ്പം ഇവിടെ കറണ്ടില്ല എന്നുള്ളതാണ്. ഇതാണ് സത്യം. കാരണം ഇവിടുത്തെ ഈ ലൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്, AC വർക്ക് ചെയ്യുന്നില്ല, വിയർത്ത് കുളിക്കുകയാണ്. ഇത് ഞാൻ കള്ളം പറയല്ല. നിങ്ങൾക്ക് ഇപ്പം ഈ സമയത്ത് എറണാകുളത്ത് നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് കറണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതാണ് യാഥാർത്ഥ്യം. അത് ഇവരെല്ലാം അനുഭവിക്കുന്നുണ്ട്. നോക്കൂ, രണ്ട് തലത്തിൽ ഇതിനെ കാണാം. രണ്ട് തലത്തിൽ. ഇപ്പം സുരേഷ് കുമാർ ഇതിൻ്റെ കണക്കുകളെക്കുറിച്ച് പറഞ്ഞു. ആ കണക്കിന് ബദലായിട്ട് അദ്ദേഹം, രാജശേഖരൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു. അത് ഒരു വശമാണ്, അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റാണ്. നമ്മൾ ഈ അനുഭവയോഗത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതാ പറഞ്ഞത്, നമുക്ക് ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫംഗ്ഷനിങ് എടുത്തു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതിൻ്റെ ഫംഗ്ഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ ഫംഗ്ഷനിങ്ങിൽ നമ്മൾ അനുഭവയോഗം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ കറണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ സിമ്പിളായ കാര്യം. കഴിഞ്ഞ 10 വർഷം കറണ്ട് കിട്ടുന്നുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ കറണ്ട് കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അനുഭവയോഗം. അതിന് സാങ്കേതികമായിട്ട് ഇവർ പറയുന്ന കാരണങ്ങൾക്ക് ബലമുണ്ടായിരിക്കാം, ബലമില്ലായിരിക്കാം. ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. അത് ഞാനും ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യം ഞാനൊന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ, ലളിതമായി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസിൻ്റെ സഹയാത്രികൻ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളോടും യോജിക്കാം വിയോജിക്കാം. ഒരു കാര്യം അതിനകത്ത് ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിച്ചത്, ഈ അതിരപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. അതിരപ്പള്ളിയിൽ നമുക്ക് കൂടുതൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സോഴ്സ് അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആലോചിക്കുമായിരുന്നു, ഇത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സ് പണ്ട് ഒരു സ്ഥലത്തേക്ക് പോയി. VS അച്യുതാനന്ദൻ്റെ സർക്കാരിൻ്റെ കാലത്ത് AK ബാലൻ ഇവരുടെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കിട്ടാൻ ഈ അതിരപ്പള്ളി വിഷയവുമായി ബന്ധപ്പെട്ട് ജയറാം രമേശിനെ കാണാൻ പോകുന്നൊരു സീനുണ്ട്. നോ മിസ്റ്റർ ബാലൻ, നോ മിസ്റ്റർ ബാലൻ, അതിരപ്പള്ളി നോ. ദിസ് ഈസ് എക്സാക്ട്ലി ഹിസ് സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം ഒന്ന് കേൾക്കാൻ പോലും തയ്യാറല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഇവർക്ക്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമാണത്. ബാലനെ സത്യം പറഞ്ഞാൽ കേരളത്തിൽ നിന്നൊരു മന്ത്രിയാണ്, ഒരു റിക്വസ്റ്റ് വെക്കുകയാണ്, അതിരപ്പള്ളിയുടെ വേവിയറാണ് ആവശ്യം. കയ്യിലെ എൻവയോൺമെൻറ്റൽ വേവിയർ വേണം, എൻവയോൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മിനിസ്ട്രിയുടെ വേവിയറാണ്. അത് കൊടുക്കാഞ്ഞത് കോൺഗ്രസ് ആണ്. അത് നോക്കൂ, അവിടുത്തെ ഡാമേജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം. അതിനെ കൺട്രോൾ ചെയ്ത് സുരേഷ് കുമാർ എന്തോ ആഡ് ചെയ്യുന്നു ലാൽകുമാറിന്. ആ ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് പറയട്ടെ, അദ്ദേഹം പറയട്ടെ. മിനിസ്റ്ററുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. AK ബാലൻ മിനിസ്റ്റർ കൂട്ടത്തിൽ ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു പറഞ്ഞതാണ്. അപ്പം തുടരാൻ ലാൽകുമാർ. അപ്പം എത്ര വാലിഡായ പോയിന്റ് ഞാൻ അതേ പറഞ്ഞത്. ഇതാണ് സത്യം. നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ആ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ആ സിസ്റ്റത്തെക്കുറിച്ച് പറയാൻ ഇപ്പം നോക്കൂ, ഈ പറഞ്ഞ അദ്ദേഹവുമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ വിഷമിപ്പിക്കാനായിട്ട് പറയുന്നതല്ല. ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ മേളിൽ നിന്ന് ചെയ്തിട്ടില്ല. ഇപ്പം അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്താ? അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഡയറക്റ്റ്ലി ബേർഡൻ കൊണ്ടുവന്ന് പിണറായിയുടെ 10 വർഷക്കാലം, പിണറായി 10 വർഷക്കാലം ഇച്ചിരൂടെ ശക്തമായി വേറൊരു രീതിയിൽ ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. ഇതിന് മുമ്പുള്ളൊരു കാലത്തെക്കുറിച്ചുള്ള റെഫറൻസ് ഞാൻ നടത്തിയെന്നുള്ളൂ. ഐ ക്യാൻ ഗോ ഫർദർ ബാക്ക്. അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇപ്പം സുരേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഈ കൺസംഷനുമായി ബന്ധപ്പെട്ട കൺസംഷൻ്റെ പാറ്റേൺ എങ്ങനെ മാറി. ഈ പറയുന്ന കുറച്ച് നമ്മുടെ കോഡ് ഓഫ് കണ്ടക്റ്റ് നിലനിൽക്കുമ്പോൾ പോലും യഥാർത്ഥത്തിൽ കൺസംഷന് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്തു. ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിന് ആ മാനേജിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ സർക്കാരിൻ്റെ കീഴിൽ അങ്ങനൊരു സംവിധാനം ഉണ്ടോ എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ഈ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട പവർ ഔട്ടേജുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചല്ല, ഏതൊരു വിഷയം. ഇപ്പം നോക്കൂ, കഴിഞ്ഞ ദിവസം വയനാട്ടിലൊരു അപകടം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്കീംസിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു?
ദ കംപ്ലീറ്റ്ലി അബാൻഡൻഡ് ഇറ്റ് അല്ലേ? നമ്മൾ കണ്ടതല്ലേ അത്? ഒരു മൊത്തം ആൾക്കാരെല്ലാം വീട്ടിൽ കൊണ്ടുവന്നു. എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതിനെ ചേസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം. അതിന് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒപ്പം എല്ലാവരും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. മുഖ്യമന്ത്രി വേറെ വേറെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റീസ്. ഇതൊന്നും ഡീൽ ചെയ്യുക എന്നുള്ളതല്ല. അദ്ദേഹം ആ കസേര ഉറപ്പിച്ച് എങ്ങനെയും ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇന്നലെ നോക്കൂ, ഇന്നലെ അദ്ദേഹം എത്ര റെക്ലെസ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു ഞാൻ ആലോചിക്കുമായിരുന്നു. അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരുന്ന പരിപാടി, അതിലെങ്കിലും ജനറേറ്റർ വെക്കണ്ടേ? പോട്ടെ, ആ പരിപാടിക്കെങ്കിലും ഒരു ജനറേറ്റർ വെക്കണ്ടേ? അദ്ദേഹം പവർ പോയി കഴിയുമ്പോഴത്തേന് ഒന്നും പേടിക്കണ്ട, അദ്ദേഹം ചൂടാകത്തൊന്നും ഇല്ല എന്നുള്ളതാണ്. അവിടെ ചൂടാകുന്ന ഒരാളാണ് വേണ്ടത്. അവിടെ ഔട്ടേജ് പവർ ലോസ് ഉണ്ടാകാൻ പാടില്ല. പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ചൂടായേനെയും. കാര്യം എന്താണ്? ഞാൻ വി.ഡി. സതീശൻ കേൾക്കുന്നുണ്ടെങ്കിൽ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. കാര്യം പിണറായി 100% ഉറപ്പാണ് അദ്ദേഹം കറണ്ട് അവൈലബിലിറ്റി ഉണ്ടാക്കിയിരിക്കും. ഉണ്ടാക്കിയിരിക്കുന്ന കേസിനകത്ത് പിന്നെ മൈക്ക് പോയാലും മറ്റേലും ഒരാളെ വഴക്ക് പറയുന്നത് അനുസരിച്ചാണോ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം ഡൈവേർട്ട് ചെയ്ത ടാക്ടിക്സാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. അദ്ദേഹം ഒരു പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അദ്ദേഹം ഉണ്ടാക്കിയ പ്രശ്നം അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ കറണ്ട് ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാര്യക്ഷമമായ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ട് ആ ക്രൈസിസ് ഉണ്ടെങ്കിൽ ആ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ അദ്ദേഹം ഫെയിലിയർ ആയതുകൊണ്ടാണ് അവിടെ കറണ്ട് പോയത്. എന്നിട്ട് ഞാനൊന്നും പറയത്തില്ല, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് സംസാരിക്കേണ്ടത്, അദ്ദേഹമാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത്. ആ പരിഹാരം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം നോക്കൂ, ഇന്ന് തന്നെ കോൺഗ്രസിൻ്റെ പല വക്താക്കളും ആൾക്കാർ പല കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം ഫങ്ഷൻ ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് ഇവിടെ ഡിസ്പ്യൂട്ട് ചെയ്ത് വരുന്നത്. അപ്പം എൻ്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞതുപോലെയല്ല, ഞാനൊരല്പം പൊളിറ്റിക്സ് മിക്സ് ചെയ്താണ് പറഞ്ഞത്. അതിന് കാരണം ഇത്രേ ഉള്ളൂ, ഇത് ലാർജർ സ്പിയറിൽ ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് നടക്കണമെങ്കിൽ, മൈ പോയിന്റ് ഇസ് ദാറ്റ് ക്രൈസിസ് മാനേജ്മെൻറ്റിന് മാനേജ്മെൻറ്റ് വേണം. മാനേജ്മെൻറ്റിന് നിങ്ങൾക്കൊരു ടീം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ടീം സതീശൻ്റെ ഒപ്പം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ വലിയ സംശയമുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡുണ്ട്, ബോർഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്താണ് നടക്കുന്നതെന്ന്, എങ്ങനെയാണ് അവിടെ IAS ഉദ്യോഗസ്ഥർ ഇടപെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നടക്കുന്നതെന്നൊന്നും ആൾക്കാർക്കൊന്നും അറിയത്തില്ല. എന്താ സംഭവിക്കുന്നത് പോലും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ പോലും വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ആ മാനേജ്മെൻറ്റ് ക്ലിയർ ആക്കണം. വെച്ചാൽ നിങ്ങൾ പറഞ്ഞല്ലേ, ഇത് ഇങ്ങനെ തന്നെ തുടർന്നോട്ടെ, ആൾക്കാർ ബുദ്ധിമുട്ടിക്കോട്ടെ, അതുവഴി നിങ്ങളെ ആൾക്കാർ വെറുക്കട്ടെ എന്നുള്ള ധാരണയിലല്ല നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളത് കറക്റ്റ് ചെയ്ത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ഇപ്പം അജിംഷാദ് ചർച്ചയ്ക്ക് തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ കുട്ടികൾ പവർ കട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഔട്ടേജിനെ കുറിച്ച് അറിയുന്നു എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമല്ല. കാരണം ആധുനിക ലോകത്തേക്ക് നോക്കുന്ന കുട്ടികളാണ്. നിങ്ങളുടെ വീട്ടിൽ ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മൊബൈൽ ഫോണും ലോകം മൊത്തം വികസിച്ച് നിൽക്കുന്ന ഒരു ലോകത്തെയാണ് ഈ ആൾക്കാരെല്ലാം, ഈ കുട്ടികളെല്ലാം കാണുന്നത്. അങ്ങനെ വളരെ ഡെവലപ്ഡായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇവർക്ക് സത്യത്തിൽ നല്ലൊരു സ്ട്രക്ചർ കിട്ടിയതാണ്. 10 വർഷത്തെ ഭരണകാലം എന്ന് പറഞ്ഞാൽ നല്ലൊരു ബേസ് ഇട്ട് കൊടുത്തതാണ്. ആ ബേസിൽ ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രം മതി. പക്ഷേ അവർക്ക് കുഴപ്പം എന്താ? അവർക്കിത് റിവാംപ് ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂഷനുകളെയെല്ലാം ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇവരുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലൊക്കെ വേൾഡ് കപ്പിനുള്ള ആളാണെന്നാണ് പറയുന്നത് സെക്രട്ടേറിയറ്റിനകത്ത് കയറി ഇറങ്ങി നടക്കുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി ആ സിസ്റ്റത്തെ സ്പോയിൽ ചെയ്ത് അത് ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതും അടുത്ത ഒരു പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ബാക്കിയുള്ളവർ പറയട്ടെ. കാരണം ആ പൊതുവിലുള്ള രാഷ്ട്രീയത്തിന്റെ വിഷയം ഇപ്പോൾ ലാൽകുമാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു വിഷയത്തെ ടാക്കിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മംഗലാപുര യാത്രയിൽ വലിയ ദുരൂഹത ആരോപിക്കുന്നു. ഞാൻ ആ വിഷയം ഇതിലേക്ക് കൊണ്ടുവരികയല്ല, പക്ഷേ വലിയ ദുരൂഹത ആരോപിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നു ആര്യാടൻ മുഹമ്മദിൻ്റെ അകന്ന ബന്ധുവിനെ കാണാൻ പോകുന്നു. ഇന്നലെ ചോദിക്കുമ്പോൾ പറയുന്നത് മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നതിന് എന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വേറെ ഓരോ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ഉദ്ദേശമാണെന്ന് നമുക്ക് മലയാളികൾക്ക് കേൾക്കുമ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റും. ലാൽകുമാറിന് എന്തോ പറയണമെന്ന് തോന്നുന്നു. ലാൽകുമാർ, ഇന്നലത്തെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രം പറയാം. ഞാൻ നേരത്തെ പല ഡിബേറ്റിലും സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ പല ആൾക്കാരും പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ മൂകാംബികയിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉപയോഗിച്ച് പോയിരിക്കുന്ന ആരേലും രാഷ്ട്രീയക്കാരെന്നുള്ള ഇവിടെ ആരേലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അങ്ങോട്ട് ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ പണം ആര് കൊടുത്തു എന്നുള്ളത്. മൂകാംബിയെ പോവാണ്, എല്ലാ ദിവസവും അദ്ദേഹം മൂകാംബിയെ പോകുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? എല്ലാ മാസവും പോകുന്നു എന്ന് പറഞ്ഞു. ആ എല്ലാ മാസവും അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്.
ഈ പ്രാവശ്യം മുഖ്യമന്ത്രി ആയ ശേഷം അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റിലാണോ പോയത്? അല്ല. ഞാൻ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ, അദ്ദേഹം പറയുന്ന റീസൺസ്, ആ റീസൺസ് എന്ന് പറയുന്നത് ബിലീവബിൾ റീസൺസ് അല്ല. അതിനകത്ത് വലിയ വാക്കമുണ്ട്, ലാക്കുണയുണ്ട്. അത് ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ ശക്തമായി പിടിക്കുന്നില്ല എന്നുള്ളൂ. ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം കൂടെ എടുത്തു പറയാം. ഇന്നിവിടെ ഡിബേറ്റിൽ പങ്കെടുത്ത അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരു ലോജിക്കൽ പോയിന്റ് പ്ലോട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. ലെറ്റ് ഹിം കണ്ടിന്യൂ ദാറ്റ്. ഞാൻ